വെൽക്കം ടു ഫാർ ഈസ്റ്റ് ബ്ലോഗ്. നമ്മൾ സിംഗപ്പൂർ പവലിയനിലെ കാഴ്ചകൾ കണ്ടിറങ്ങി. അത് കാണാത്തവർ ഇതിനു മുൻപുള്ള വീഡിയോ കാണുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബെൽജിയത്തിൻ്റെയും ഇന്ത്യയുടെയും പവലിയനുകൾ കാണാനാണ്. ബെൽജിയത്തിൻ്റെ പവലിയൻ അങ്ങ് ദൂരെ കാണുന്ന ആ വെളുത്ത നിറമുള്ള കെട്ടിടമാണ്. ഒന്നുകിൽ ഈ ബിഗ് ഓക്കിൻ്റെ അടിയിലൂടെ നടക്കാം, അല്ലെങ്കിൽ ഈ ഷെയ്ഡിലൂടെ നടക്കാം. എല്ലായിടത്തും നല്ല വെയിലാണ്. നിരവധി ആളുകൾ ഇപ്പോഴും കുടയും ചൂടി ഓരോ പവലിയൻ്റെയും മുമ്പിൽ ക്യൂ നിൽക്കുന്നത് കാണാം. ഇവിടെ മാത്രമല്ല, ഇതിന് ചുറ്റുമുള്ള എല്ലാ പവലിയൻ്റെയും മുൻപിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ എക്സ്പോ സൈറ്റിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എവിടെ പോയി ആദ്യം കാണണം എന്നുള്ള ഒരു വല്ലാത്തൊരു ആശയക്കുഴപ്പമാണ്. അതിനാൽ ആളുകളിങ്ങനെ ആലപാഞ്ഞ് നടക്കുകയാണ്. എവിടെയാണ് തിരക്ക് കുറവെന്ന് നോക്കി. തിരക്ക് കുറവുള്ള പവലിയൻ്റെ മുമ്പിൽ പോയി അവർ ക്യൂ നിന്ന് അത് ആദ്യം കാണും. അതാണിപ്പോൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തിരക്ക് കുറവുള്ള പവലിയൻ എന്ന് പറയുമ്പോൾ അതത്ര വലിയ ആയിട്ടൊന്നും കാണുവാനും ഉണ്ടാവില്ല അതിൻ്റെ അകത്ത് കയറി. പ്രധാന രാജ്യങ്ങളുടെ പവലിയനെല്ലാം തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അങ്ങനെ ബുക്ക് ചെയ്ത് വന്നിട്ടുള്ളവർ തന്നെ നല്ല കുറേ സമയം ക്യൂവിൽ നിന്നിട്ടാണ് അത് കാണാൻ കഴിയുന്നത്. ഇതാണ് ബെൽജിയത്തിൻ്റെ പവലിയൻ. ഇതിൻ്റെ മുമ്പിലും നല്ല ക്യൂ ആണ്. എനിക്ക് എപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കാണാൻ കഴിയും എന്നെനിക്കറിയില്ല. വെയിൽ കൊണ്ട് ധാരാളം പേർ ഇതിൻ്റെ മുമ്പിൽ ഇപ്പോൾ തന്നെ ക്യൂ നിൽപ്പുണ്ട്. അതിനാൽ ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ ശരിക്കും കണ്ടു തീർക്കുന്നതിന് ഒരാഴ്ചയിലധികം വേണം. ശരിക്കും ഒരു ദിവസം കൂടിയാൽ 2-3 പവലിയനുകൾ കാണാൻ കഴിയും. അതിൽ കൂടുതൽ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്ര കണ്ട് തിരക്കാണ്. ഇവിടെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ ഒരു കലാരൂപം ചെയ്തു വച്ചിട്ടുണ്ട്. അതായത് ഉപയോഗശൂന്യമായ വീൽ ചെയറുകൾ കൂട്ടി വെൽഡ് ചെയ്തുണ്ടാക്കി വെച്ചിട്ടുള്ളതാണിത്. എന്നിട്ട് അതിന് വൈറ്റ് പെയിൻ്റ് അടിച്ചു, ഒരു സ്റ്റാൻഡിങ് കൊടുത്തു. അപ്പോൾ അതൊരു നല്ലൊരു കലാരൂപമായി മാറി. വളരെ നന്നായിട്ടുണ്ട് ചെയ്തു വച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് സെർബിയയുടെ പവലിയനാണ്. ഇവിടെ അധികം അറിയപ്പെടാത്ത പല രാജ്യങ്ങളുടെയും പവലിയനുകൾ അതിഗംഭീരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ രാജ്യത്തിൻ്റെ പരസ്യത്തിന് വേണ്ടിയാകാം. അത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. സെർബിയ മാത്രമല്ല, വേറെ പല രാജ്യങ്ങളുടെയും ഉണ്ട്. ഇവിടെ ഓരോ രാജ്യത്തിൻ്റെയും പവലിയൻ്റെ മുമ്പിൽ അതാത് രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള ചില കലാകാരന്മാരുടെ പ്രകടനങ്ങൾ കാണാൻ കഴിയും. ഇതിപ്പോൾ ബെൽജിയത്തിൻ്റെ കലാകാരന്മാരുടെ പ്രകടനമാണ് ഇപ്പോൾ താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം പേർ സ്കൈവാക്കിൽ നിന്നും അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളുടെ പവലിയൻ്റെ മുൻപിലും പല പല പ്രകടനങ്ങൾ. ചിലർ പാട്ടായിരിക്കാം, അതുപോലെ ചിലർ ഡാൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള പല പല കലാപരിപാടികൾ പലയിടത്തായിരിക്കും. ചിലതൊക്കെ വൈകിട്ടാണ്, ചിലതൊക്കെ സ്റ്റേജിൽ അരങ്ങേറുന്നതാണ്. ഞാനിപ്പോൾ ബെൽജിയം പവലിയൻ്റെ മുകളിൽ നിന്നാണ് ഈ കാഴ്ച ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ അധികം സമയം ക്യൂവിൽ നിന്ന് ശേഷമാണ് ഇതിൻ്റെ മേലെ കയറാൻ കഴിഞ്ഞത്. താഴെ നല്ല ആൾത്തിരക്കുണ്ട്.
പവലിയൻ്റെ അകത്തെ കാഴ്ചകൾ കാണാൻ കഴിയുമോ എന്നൊന്ന് നോക്കാം. കുറച്ച് വഴി നടക്കേണ്ടതായിട്ടുണ്ട്. ആ കാണുന്ന എസ്കലേറ്റർ എല്ലാം ടെമ്പററി ആയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് കഴിയുമ്പോൾ അതെല്ലാം എടുത്ത് മാറ്റുകയും ചെയ്യും. ഇതാണ് ബെൽജിയം പവലിയൻ്റെ അടുത്ത കാഴ്ച. കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല കാണുവാൻ, കുറച്ച് സിനിമാ പ്രദർശനങ്ങൾ മാത്രം. ടെക്നോളജി സംബന്ധമായ യാതൊന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും തന്നെ ഇതിൻ്റെ അകത്ത് ചിത്രീകരിക്കാനില്ല. അത് കഴിഞ്ഞു. എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഇന്ത്യൻ പവലിയൻ്റെ അടുത്തേക്ക് നടക്കാം. സെർബിയയുടെ പവലിയനും കാണാനും ആളുകൾ ധാരാളം ക്യൂ നിൽപ്പുണ്ട്. ഈ കാണുന്ന പവലിയനും മറ്റൊരു അധികമാരും അറിയപ്പെടാത്ത ഒരു രാജ്യത്തിൻ്റെ പവലിയനാണ്. വളരെ ഗംഭീരമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഒരു വുഡൻ സ്ട്രക്ചറാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് ഇന്ത്യൻ പവലിയൻ. വെളുത്ത ഒരു താമര വിരിഞ്ഞു നിൽക്കുന്ന പോലെയുള്ള ഒരു ഷേപ്പാണ് ഇന്ത്യൻ പവലിയൻ്റേത്. മറ്റു പവലിയനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ പവലിയൻ വളരെ സിമ്പിളായിട്ട് പണിതിട്ടുള്ള ഒരു പവലിയനാണ്. എങ്കിലും കുഴപ്പമൊന്നുമില്ല, സാമാന്യം വേണ്ട സ്റ്റാൻഡേർഡുമുണ്ട്. നല്ല നിലവാരത്തിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യൻ പവലിയൻ്റെ മുൻപിൽ ഇന്ത്യ എന്ന ഒരു വാക്ക് എഴുതി വച്ചിട്ടില്ല. മറിച്ച് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഭാരത് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ പല വിദേശീയർക്കും ഇത് ഏത് രാജ്യത്തിൻ്റെ പവലിയൻ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ആശങ്കപ്പെടുന്നുണ്ട് ഇവിടെ നിന്ന്. ചിലർ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഇറ്റ് ഷുഡ് ബി ഇന്ത്യ എന്നൊക്കെ സ്വകാര്യത്തിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടു സംശയത്തോടെ. ചിലർ നമ്മുടെ ഫ്ലാഗ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് ഇന്ത്യൻ പവലിയനാണെന്ന് അവർ മനസ്സിലാക്കി. ഭാരത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹിന്ദിയിലും ജാപ്പനീസിലും ഹിന്ദിയിലും ഉണ്ട്. തൽക്കാലത്തേക്ക് ഇന്ത്യൻ പവലിയൻ അടച്ചിരിക്കുകയാണ്. കാരണം ഒരുപക്ഷെ അകത്ത ക്രൗഡ് അത്ര കണ്ട് വർദ്ധിച്ചിട്ടായിരിക്കാം
ഇടയ്ക്കിടയ്ക്ക് അവരത് ക്ലോസ് ചെയ്യും. അകത്ത് തിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വലിയ സെക്യൂരിറ്റി വന്ന് അത് ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ഇന്ത്യൻ പവലിയൻ്റെ അകത്ത് തിരക്ക് നിയന്ത്രിക്കുന്നത്. ശരിക്കും ഇതേപോലെ ഒരു സിസ്റ്റം ചെയ്താൽ മതി. മറ്റ് രാജ്യങ്ങൾ തിരക്ക് കുറക്കുന്നതിന് വേണ്ടിയാണ് അഡീഷണൽ രജിസ്ട്രേഷൻ വേണമെന്നൊക്കെയുള്ള നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ അതിനോട് ഒരിക്കലും ചേരുന്നില്ല. തിരക്ക് കൂടുന്നത് അവിടെ എല്ലാ പവലിയൻ്റെ മുമ്പിലും സെക്യൂരിറ്റിക്കാർ ധാരാളമുണ്ട്. അവർക്ക് ശരിക്കും കൺട്രോൾ ചെയ്യാൻ കഴിയുകയും ചെയ്യും. അതിനാൽ പലർക്കും പല രാജ്യങ്ങളിലെയും പവലിയൻ സന്ദർശിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. ഈ അഡീഷണൽ രജിസ്ട്രേഷൻ വേണം എന്നുള്ള ഒരു റിക്വയർമെൻ്റ് ഉള്ളതുകൊണ്ട്. ഇതാണ് ഇന്ത്യൻ പവലിയൻ്റെ ഓവറോൾ വ്യൂ. അതിൻ്റെ മുമ്പിൽ ഒരു പെൺകുട്ടിയിൽ നിന്ന് തൊഴുകൈയോടെ നിന്നുള്ള വിവിധ പോസുകളിൽ നിന്ന് അവൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഏത് രാജ്യക്കാരിയാണെന്ന് എനിക്കറിയില്ല. ധാരാളം പേർ ഇന്ത്യൻ പവലിയൻ്റെ മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ചിലർ ഇന്ത്യൻ പവലിയനിൽ കയറാൻ വേണ്ടി കാത്തു നിൽപ്പുണ്ട്. ചിലരുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഇന്ത്യൻ പവലിയനിൽ കയറിയ നല്ല ആഹാരം കഴിക്കാമെന്ന് അറിയാവുന്നവരാണ്. പ്രത്യേകിച്ച് ബിരിയാണി. ഇന്ത്യൻ ബിരിയാണിയെക്കുറിച്ച് അറിയാവുന്നവർ ചുറ്റിപ്പറ്റിയൊക്കെ പുറമേ നിൽപ്പുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുവാനും ഇടയായി. കാരണം മറ്റ് പവലിയനുകളിലും എല്ലാത്തിലൊന്നും ഫുഡ് കൊടുക്കുന്നില്ല. ചില രാജ്യങ്ങളിൽ മാത്രമേ അവരുടെ ട്രഡീഷണൽ ഫുഡ് പവലിയൻ്റെ അകത്ത് സപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇത് കാണുവാൻ കയറുന്നവർക്ക് മാത്രമേ അതിലേക്ക് ആക്സസ് ഉള്ളൂ, ഫുഡ് കൗണ്ടറിലേക്ക്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. പിന്നെ ക്യാഷ് ഒരിടത്തും സ്വീകരിക്കില്ല. ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ. ഇവിടെ ഇന്ത്യൻ പവലിയൻ്റെ അകത്ത് ഇന്ത്യക്കാരായ ഒരാളെപ്പോലും കാണില്ല സ്റ്റാഫായിട്ട്. എല്ലാം ജാപ്പനീസാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ഇന്ത്യയെപ്പറ്റി. പിന്നെ ഇന്ത്യൻസായിട്ടുള്ളത് 2-3 പെൺകുട്ടികൾ ആ ഫുഡ് കൗണ്ടറിൽ ഫുഡ് സപ്ലൈ ചെയ്യാൻ നിൽപ്പുണ്ട്. അവർക്ക് ജാപ്പനീസും ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി സംസാരിക്കാൻ അറിയാവുന്നവരാണ്. അവരൊഴിച്ച് വേറെ ആരും ഇന്ത്യൻസായിട്ട് ഈ പവലിയൻ്റെ അകത്തില്ല. കണ്ടോ, പലരും അവിടെ നിന്ന് വായിച്ചിട്ട് അവർക്ക് ഒന്ന് മനസ്സിലാവുന്ന ഭാരത് എന്ന് വായിക്കുന്നുണ്ട് പലരും. ചില അടയാളങ്ങളിലൂടെയൊക്കെ അവർ മനസ്സിലാക്കിയെടുക്കും. പിന്നെ അവിടെ സെക്യൂരിറ്റിക്കാർ പറഞ്ഞു കൊടുക്കുന്നത് ജാപ്പനീസിലാണ്. ഇതെൻ്റെ 2ാം ദിവസത്തെ സന്ദർശനമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ക്യൂ നിൽക്കുന്നത്. അകത്ത് കയറിയാലേ ഭക്ഷണം കഴിക്കാൻ കഴിയൂ. ഇവിടെ ചന്ദ്രയാൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് വെച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ആളുകൾക്ക് മനസ്സിലായി കാണാതിരിക്കും. പേപ്പർ ന്യൂസ് എല്ലാം ഉണ്ടായിരുന്നല്ലോ അതിനാൽ ഒരുപക്ഷെ ഇവിടെ പക്ഷേ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാൻ ആരുമില്ല ഇവിടെ. പിന്നെ അല്പമെങ്കിലും ടെക്നോളജി സംബന്ധമായ ഒരു അല്പം പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ പവലിയനാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ഒരു രൂപം ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ എല്ലാം ഫിലിം ഷോ ഒക്കെയാണ്. അതാണ് വന്ദേ ഭാരത്. അതും പലരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി അധികം ആരോടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ആരുമില്ല.
壁の方にも色鮮やかな工芸品展示しておりますので、ぜひごゆっくりご覧になってください。神様のようなしていると。ഇവിടെ കുറച്ച് സാരി, കാർപ്പറ്റ് മുതലായ സാധനങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് കാര്യമായിട്ടൊന്നും തന്നെ ഇവിടെ കാണാൻ കഴിയുന്നില്ല. ആന്ധ്രാപ്രദേശിനെ പറ്റി ഒരു ജാപ്പനീസ് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്, പക്ഷേ അത് ശ്രദ്ധിക്കാൻ അവിടെ ആരും തന്നെ ഇല്ല. ഇവിടെ ഒരു മിനി തിയേറ്ററും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലെയും കാഴ്ചകളൊക്കെയാണ് അതിൽ പ്രധാനമായും കാണിക്കുന്നത്. ധാരാളം വിദേശീയർ അതവിടെ ഇരുന്ന് കാണുന്നുമുണ്ട്. From the river's touch to the sun's embrace, the fabric is prepared for Kalampari's grain. In the quiet village of Pedal, located in Machilipatnam district, the artisans start by washing the cotton flow in the river, where the water feels cool against the fabric, cleansing it from all impurities. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആളുകളെല്ലാം ഫുഡ് വാങ്ങുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഞാനും ക്യൂവിലേക്ക് പോകുന്നു.